ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാൻ ടെറാനോ ആണ് വണ്ടി. നിസ്സാൻ ടെറാനോയുടെ വണ്ടി. ആ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. സ്ലേവ് സിലിണ്ടർ, ക്ലച്ചിൻ്റെ സ്ലേവ് സിലിണ്ടർ ലീക്കായിട്ട്, സ്ലേവ് സിലിണ്ടർ ഈ ഭാഗത്ത് ഈ വൈറ്റ് കളർ കാണണ്ട, വൈറ്റ് കളർ കാണുന്നത് വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ അകത്തായിട്ടാണ് ഇത് വരിക. അതിൻ്റെ ബാക്കി ഭാഗം ഇവിടെ പൈപ്പിൽ കണക്ട് ചെയ്യാണ്, ഈ ഒരു ബ്ലാക്ക് പൈപ്പായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ അടിയിൽ അകത്തായിട്ടാണ് വരിക. ഞാൻ എന്തായാലും അതിൻ്റെ അടിഭാഗത്തേക്കുള്ള ലീക്ക് കാണിച്ചു തരാം. അടിയിൽ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ക്ലച്ച് ഓയിൽ, അഥവാ ക്ലച്ച് ഓയിൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഓയിൽ തന്നെയാണ്. രണ്ടും ഒറ്റ ലൈനാണ് കൊണ്ടത്. ക്ലച്ച് മാസ്റ്റർ സിലിണ്ടറിലേക്ക് ഒരു ലൈന് പോകുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ക്ലച്ച് ഓയിലും കുറവായിരുന്നു, ക്ലച്ച് ഓയിൽ മീൻസ് ബ്രേക്ക് ഓയിൽ തന്നെയാണ് രണ്ടിലും പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഓയിലും കുറവായിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ വണ്ടി എന്തായാലും വണ്ടി കെട്ടി വലിച്ചിട്ടാണ് കൊണ്ടുവന്നത് വർക്ക്ഷോപ്പിലേക്ക്. വേറെ ടോയിൻ ഇത് വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. ക്ലച്ചിൻ്റെ സിലിണ്ടർ ലീക്കായിട്ട്, സ്ലേവ് സിലിണ്ടർ ലീക്കായിട്ട് അടിയിൽ ഗിയർ ബോക്സിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വരുന്നിട്ടുണ്ടായിരുന്നു, ലീക്ക് ഉണ്ടായിരുന്നു. കാരണം വണ്ടി പൊക്കിയപ്പോഴാണ് കണ്ടത്. ക്ലച്ച് പെഡൽ ഫുള്ള് ഫ്രീ ആയിരുന്നു. ജസ്റ്റ് പെഡലിങ് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ താന്നു പോവുക. നമ്മൾ കാലുകൊണ്ട് പ്രസ് ചെയ്യാനുള്ള ഒരു ടൈറ്റ് ഇല്ല. അങ്ങനെ അതുപോലെ ആ സമയത്ത് തന്നെ ഗിയർ ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ആ അടിയിലത്തെ സിലിണ്ടർ ലീക്കായിട്ടുണ്ടായിരുന്നു. സിലിണ്ടർ ലീക്കായി പോയിട്ട് ഓയിൽ മൊത്തം പോയിട്ട്, അപ്പം ക്ലച്ച് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ക്ലച്ച് ഡിസെൻഗേജ് ആവില്ല. ഡിസെൻഗേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ഗിയർ ഇടാൻ പറ്റൂ. അപ്പോൾ ആ അവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായാലും ആ സിലിണ്ടർ മാറ്റുന്നതും സിലിണ്ടർ ചെക്ക് ചെയ്യുന്നതും മൊത്തം സിലിണ്ടർ ഗിയർ ബോക്സ് അയച്ചിട്ട് സിലിണ്ടർ മാറ്റുന്നതാണ് വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിടാം. ക്ലച്ച് കണ്ട, ക്ലച്ച് ഫുള്ള് ഫ്രീ. അറ്റത്തെത്തുമ്പോൾ മാത്രമേ ചെറുതായിട്ടൊരു ഇത് കിട്ടും, ചെറിയൊരു ടൈറ്റ്. ബാക്കി ഫുള്ള് ഫ്രീ ആണ്. കണ്ട, അതാ ഫുള്ള് ഫ്രീ. ജസ്റ്റ് കൈ കൊണ്ട് അമർത്തുമ്പോൾ തന്നെ ഉണ്ട്, ഒരു വിരലുകൊണ്ട് അമർത്തുമ്പോൾ തന്നെ ഫുള്ള് ഫ്രീ ആയിട്ട് പോകും. ഗിയർ ഇടാമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഗിയർ ഇടാൻ പറ്റില്ല. ഇപ്പം ഗിയർ ഇടുന്നതിന് കുഴപ്പമില്ല, ഇപ്പോൾ ഗിയർ സ്മൂത്താണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഗിയർ ഇടാൻ പറ്റില്ല. ഗിയർ ഇടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വണ്ടി ഓഫ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയർ, നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഇടാം. ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ക്ലച്ചിൻ്റെ പ്രോബ്ലം എല്ലാം മിക്കവാറും സ്ലേവ് സിലിണ്ടർ, ഗിയർ ബോക്സിൻ്റെ അകത്താണ് സ്ലേവ് സിലിണ്ടർ വരുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഇത് തുറന്നിട്ട് കാണിച്ചു തരാം. ഗിയർ ബോക്സിൻ്റെ ആ ഭാഗത്താണ് വരുന്നത് സ്ലേവ് സിലിണ്ടർ വരുന്നത്. ഇതാ സ്ലേവ് സിലിണ്ടർ. ഇപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ലോക്ക് അയച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, സ്ലേവ് സിലിണ്ടറിൻ്റെ ആ ഭാഗമാണ് കാണുന്നത്. ഇങ്ങോട്ട് പൈപ്പ് ഇത് കണ്ട, ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഈ വൈറ്റ് കളർ സാധനം കണ്ട, വൈറ്റ് കളർ, അത് അവിടെ നിന്ന് ഓയിൽ ബബിൾസ് പതുക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓയിൽ അടിയിൽ, വണ്ടിയുടെ അടിയിലേക്ക് ഓയിൽ വരുന്നുണ്ട്. വണ്ടിയുടെ അടിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടി പൊന്തിച്ചപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഈ സെൻട്രൽ ഭാഗത്ത് കണ്ട, ഇതാ സെൻട്രൽ ഭാഗത്ത് ഇത് ബ്രേക്ക് ഓയിലാണ്. സ്മെല്ല് ചെയ്താൽ പറയുന്നത് ബ്രേക്ക് ഓയിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മേലെ ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഇവാരത്ത് ഇപ്പോൾ മേലെ അവിടെ ലോക്ക് അയച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ സ്ലേവ് സിലിണ്ടർ ലീക്ക് ഉണ്ട്, കാണിച്ചു തരാം. സ്ലേവ് സിലിണ്ടർ ലീക്ക് ഉണ്ട്. ആ മേലത്തെ അവിടെ നിന്ന് ലീക്ക് വരുന്നുണ്ട്, കറക്റ്റായിട്ട് കാണണ്ട, ലീക്ക് ഇടുക. സ്ലേവ് സിലിണ്ടർ ലീക്കായിട്ട് അത് ഗിയർ ബോക്സിൻ്റെ ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ, ഇതിൻ്റെ ഇടയിൽ കൂടെ മെയിനായിട്ട് വരുന്നത് ഒന്ന് ഓയിൽ, എഞ്ചിൻ ഓയിൽ വരും, പിന്നെ അല്ലേ ബ്രേക്ക് ഓയിലാണ് വരിക. എഞ്ചിൻ ഓയിൽ തന്നെ ക്രാങ്ക് ഓയിൽസ് ലീക്ക് ഉണ്ടെങ്കിലാണ് എഞ്ചിൻ ഓയിൽ വരിക. ഇതിപ്പോൾ ബ്രേക്ക് ഓയിലാണ് കണ്ട. അപ്പോൾ സ്ലേവ് സിലിണ്ടർ ഗിയർ ബോക്സിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ ഗിയർ ബോക്സ് ഇറക്കിയിട്ട് വേണം നമുക്ക് സ്ലേവ് സിലിണ്ടർ മാറണമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഗിയർ ബോക്സ് ഇറക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇതും കൂടി നോക്കാം. സ്ലേവ് സിലിണ്ടർ ഡാമേജ്, അതിൻ്റെ ലീക്കും കൂടി കാണിച്ചു തരാം. അതാണ് ഗിയർ ബോക്സ് ലീക്ക്. ഈ ലീക്കുള്ളതുകൊണ്ടാണ് ക്ലച്ച് ചവിട്ടിയിട്ട് ഇങ്ങനെ പ്രസ്സായിട്ട് നിൽക്കുക, പ്രസ് കിട്ടാതെ ഫുള്ള് ഫ്രീ ആയിട്ട് പോകുന്നു. അപ്പോൾ ഗിയർ ഇടാൻ പറ്റില്ല, അപ്പോൾ ക്ലച്ച് ഡിസെൻഗേജ് ആവില്ല. അപ്പോൾ നമുക്ക് ഈ ഗിയർ ബോക്സ് മൊത്തത്തിൽ ഇറക്കണം, മൊത്തത്തിൽ അയച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം. ഗിയർ ബോക്സ് മൊത്തത്തിൽ അയച്ചെടുത്തിട്ട് അയച്ച് താഴെ ഇറക്കി വെച്ചപ്പോൾ ഇതാണ്ടാ, ഈ സ്ലേവ് സിലിണ്ടർ ലീക്കായിട്ട് മൊത്തം ഓയിൽ പോയിട്ടുണ്ടാ. ക്ലച്ചിൻ്റെ ആ ഓയിൽ മീൻസ് ബ്രേക്ക് ഓയിലാണ് വരുന്നത്. ബ്രേക്ക് ഓയിൽ എന്നുള്ള ഒരു ലൈനാണ് ക്ലച്ചിന് വരുന്നത്. അപ്പോൾ കണ്ടാ ഓയിൽ മൊത്തം ലീക്കായി പോയിട്ടുണ്ട്. ഈ സ്ലേവ് സിലിണ്ടറിൻ്റെ ഈ സിലിണ്ടർ ലീക്കായിട്ട് ഉള്ളിൽ നിന്ന് പൊട്ടി, അതിൻ്റെ സീൽ ലീക്കായിട്ട് ബൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഓയിൽ മൊത്തം താഴേക്ക് പോയില്ല. അതാണ് ക്ലച്ചിൻ്റെ പ്രശ്നം വരുന്നത്. ക്ലച്ച് പെഡൽ ഫുള്ള് താന്നു പോയത്. അപ്പോൾ നമ്മുടെ പുതിയ സാധനം വന്നിട്ടുണ്ട്, സെയിം സാധനം. ഇതാണ് സാധനം കണ്ട, ഈ ബൂട്ടൊക്കെ വരുന്ന ടൈപ്പാണ് വരുന്നത്. ശരിക്കും ഈ സാധനം ഇങ്ങനെ പ്രസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത്. റിലീസ് ബെയറിങ് ഇതിൻ്റെ മേലെ തന്നെ വരുന്നത് കണ്ട, റിലീസ് ബെയറിങ് ഒന്ന് കറക്കിയ റിലീസ് ബെയറിങ് കണ്ട, റിലീസ് ബെയറിങ് വിത്ത് റിലീസ് ബെയറിങ് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ സാധനം അയച്ചിട്ട് പുതിയത് മാറ്റി പിടിപ്പിക്കും. അപ്പോൾ നമ്മൾ ഈ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഓയിൽ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ. ഇത് ബ്രേക്ക് ഓയിൽ മൊത്തം ലീക്കായിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ ആ സമയത്ത് ഫുള്ളായിട്ട് ബ്രേക്ക് ഓയിൽ. അപ്പോൾ നമ്മളത് മൊത്തം ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതുപോലെ കുറച്ച് പെട്രോളും
ഇതൊക്കെ മിക്സാക്കി എന്നിട്ട് ഉടച്ച് വൃത്തിയാക്കി മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ക്ലച്ചൊക്കെ അയച്ച് നോക്കി, ക്ലച്ച് അയച്ച് ക്ലച്ചിന് കുഴപ്പമൊന്നുമില്ല, ക്ലച്ച് ഫുൾ കണ്ടീഷനാണ്. ഇനി ഓടാനുള്ളതുണ്ട്, ഒരു പകുതിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ക്ലച്ച് മൊത്തമായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലച്ച് അലൈൻ ചെയ്യാൻ ഞാൻ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടില്ല, എല്ലാം ഓൾറെഡി ചെയ്ത് വെച്ചപ്പോൾ ക്ലച്ച് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സ്ലേവ് സിലിണ്ടർ പഴയത് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ലീക്കായിട്ടുണ്ടായത്, നമുക്ക് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചില്ലല്ലോ ലീക്കായിട്ടുണ്ടായത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ലീക്കായിട്ട് ഓയിലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 ലോക്ക് വരുന്ന ടൈപ്പാണ് വരുന്നത് കേട്ടോ. സർക്കിൾ ഇവിടെ ഈ സിലിണ്ടറിൻ്റെ ഇവിടെ 2 ലോക്ക് വരും. ഒരു ലോക്ക് അയച്ചു വെച്ചിട്ടുണ്ട്, ഒന്നും ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടോ, 2 ലോക്ക് വരും. അപ്പോൾ നമ്മൾ പുതിയൊരു സാധനം, പുതിയ സ്ലേവ് സിലിണ്ടർ വിത്ത് റിലീസ് ബെയറിങ്, ഇതാ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. റിലീസ് ബെയറിംഗ് ഒക്കെ നല്ല ഫ്രീ ആണ്, നല്ല പുതിയ സാധനമാണ്. ഇതും 2 ലോക്ക് വരുന്ന, ഡബിൾ ലോക്ക് വരുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് ഡബിൾ ലോക്ക് വരുന്ന ടൈപ്പാണ്. ഡബിൾ ലോക്ക് വരുന്നതാണ് ഈ ടെറാനോ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പിടിപ്പിക്കാം. പുതിയത് പിടിപ്പിച്ച ശേഷം ഇതുപോലെ പിടിപ്പിച്ച് ശേഷം നമുക്ക് വണ്ടി ഗിയർ ബോക്സ് കയറ്റിയിട്ട് ക്ലച്ചൊക്കെ ഒന്ന് ബ്ലീഡ് ചെയ്യണം. ഇവിടെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ബ്ലീഡ് ചെയ്യുക. ഇതിൻ്റെ ഒരു ലോക്ക്, ഈ 2 ലോക്കും ജസ്റ്റ് ഒരു ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് മേലേക്ക് പൊക്കി വെച്ചിട്ട് ഈ കണ്ടീഷനിൽ ഇതുപോലെ പൊക്കി വെച്ച ശേഷം ഈ ബ്ലീഡിൻ്റെ ഇപ്പോൾ അയച്ച് ഇതിൽ പൈപ്പ് കണക്ട് ചെയ്ത് ക്ലച്ച് പമ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലീഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന സമയത്തൊന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ പുതിയത് പിടിപ്പിക്കാം. ക്ലച്ച്, അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ സ്ലേവ് സിലിണ്ടർ മാറിയിട്ട് ഇപ്പോൾ വണ്ടി ബ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുപ്പി കണക്ട് ചെയ്ത് അതിൻ്റെ ബ്ലീഡിൻ്റെ നിപ്പിളിൻ്റെ അവിടെ ഉണ്ടോ പൈപ്പ് ഒരു കണക്ട് ചെയ്ത് ശേഷം അതിൻ്റെ ലോക്ക് ഉണ്ടാവും ഫ്രണ്ടിൽ വരുന്ന ഗിയർ ബോക്സിൻ്റെ അടുത്ത ഭാഗത്ത് വരുന്ന ലോക്ക്, ഗിയർ ബോക്സിൻ്റെ അടുത്ത് വരുന്ന ലോക്ക് അയച്ചെടുത്ത് മറ്റേ ലോക്ക് ജസ്റ്റ് പൊന്തിച്ച് വെക്കുക. ബാക്കിൽ വരുന്ന ലോക്ക് പൊക്കി വെച്ച് ഇനി ക്ലച്ച് പമ്പ് ചെയ്ത് ഉള്ളിൽ നിന്ന് ക്ലച്ച് പമ്പ് ചെയ്യാം. ശേഷം അവിടെ പമ്പ് ചെയ്ത് ലോഡാക്കി പിടിച്ചതിന് ശേഷം ലോഡാക്കി പിടിച്ചതിന് ശേഷം അവിടെ ജസ്റ്റ് ആ പൈപ്പ് ബാക്കിലേക്ക് വരുന്ന പൈപ്പ് ഉണ്ടല്ലോ സിലിണ്ടർ ജസ്റ്റ് ബാക്ക് വലിച്ചിട്ട് ബ്ലീഡ് ചെയ്യാം. അപ്പോൾ അത് ബ്ലീഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ആടെ പമ്പ് ചെയ്യടാ, ക്ലച്ച് പമ്പ് ചെയ്യും. അപ്പോൾ ക്ലച്ച് പമ്പ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ബ്രേക്ക് ഓയിൽ ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് പമ്പ് ചെയ്യുന്നുണ്ട്, ഓയിൽ പമ്പ് ചെയ്ത് ലെവൽ കുറയുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ലെവൽ കുറയുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് അവിടെ ബാക്കിലേക്ക് വലിച്ചെടുക്കും. ആ ലോഡ് ചെയ്ത് പിടിച്ചോ, വലിക്ക്, ബാക്ക് വലി, ജസ്റ്റ് വലി. വരുന്നുണ്ടല്ലോ, ആ വലിച്ച ഇത് പിടിക്കണം, എയർ പോകുന്നുണ്ട്. അതിന് ആ ലോക്ക് അവിടെ പ്രസ് ചെയ്ത് നോക്കും. ഇതാ പോയി, കുപ്പി പോയി. കണക്ടർ എന്തെങ്കിലും എടുത്തിട്ട് വെക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. ഈ പൈപ്പിൽ കാണുന്ന ഫുൾ എയർ ഈ വെള്ള കളറിൽ കാണുന്നുണ്ടോ, വെള്ള കളറിൽ കാണുന്ന മൊത്തം പതയാണ്. ഓയിലിങ്ങനെ പതഞ്ഞ് ഉള്ളിൽ ചവിട്ടി പമ്പ് ചെയ്തനുസരിച്ച് വരുന്ന പതയാണ്. അപ്പോൾ അത് തീരുന്നവരിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ട് നിൽക്കണം. അത് പമ്പ് ചെയ്യുമ്പോഴുള്ള എന്താ പറയുക മൊത്തത്തിൽ ഷെയ്ക്കാന്ന് കാണാൻ പറ്റുമല്ലോ. അതുപോലെ ഓയിൽ ഇതുപോലെ ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മസൽ സിലിണ്ടറിൻ്റെ ഈ റിസർവ് ടാങ്കിൽ ഓയിലിങ്ങനെ ടോപ്പ് ചെയ്യുന്നുണ്ട്, കിടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇതുവഴി ഓയിൽ എയർ കയറാനുള്ള സാധ്യതയുണ്ട്. നല്ല ഓയിൽ ഈ പൈപ്പിൽ കൂടെ വരുന്ന വിധത്തിൽ ഈ വെള്ള പൈപ്പിൽ ഇതിപ്പോൾ ഈ കാണുന്നതൊക്കെ എയറാണ്, എയർ പതഞ്ഞ് നിൽക്കുന്നതാണ്, ഓയിലുള്ള എയർ പതഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഓയിലുള്ള നമ്മൾ ലോക്ക് ഇടക്കിടക്ക് പൊക്കിയിട്ട് ഇതുപോലെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഓയിലൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ, ബ്രേക്ക് ഓയിലൊക്കെ കറക്റ്റ് ചെയ്ത് ബ്രേക്ക് ഓയിലൊക്കെ ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഉണ്ട്. ഇപ്പോൾ ലെവലൊക്കെ കംപ്ലീറ്റ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞ് എയറൊക്കെ പുറത്ത് പോയിട്ടുണ്ട് കണ്ടോ. ആ ഭാഗത്തുള്ള എയറൊക്കെ പുറത്ത് പോയി. അതിന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗിയർ ഇട്ടോ, ഒന്ന് സ്റ്റാർട്ട് ചെയ്തടാ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ക്ലച്ച് ഇട്ടിട്ട് ഒന്ന് ഗിയർ ഇട്ട് നോക്കാം. ഒന്ന് ക്ലച്ച് ഔട്ടിന്ന് ഗിയർ ഇട്ടെ, എല്ലാ ഗിയറും ഇട്ടെ, മെല്ലെ പതുക്കെ ഇട്ടെ, റിവേഴ്സ് ഇട്ടെ. ഓക്കെ, എല്ലാ ഗിയറെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. വണ്ടി ഓടിച്ച് നോക്കി എല്ലാ ഗിയറും
കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വണ്ടി ഇനി ഓട്ടത്തിൽ ഗിയറൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റി സ്ലേവ് സിലിണ്ടർ മാറ്റി വണ്ടി ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗിയറൊക്കെ സ്മൂത്താണ് കണ്ടോ, എല്ലാ ഗിയറും സ്മൂത്താണ്, നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ 3rd ഗിയർ കണ്ടോ, 4th ഗിയർ. അതുപോലെ ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോൾ 5th ഗിയർ ഒക്കെ ഇട്ട് കാണിച്ചാൽ ഒന്ന് സ്പീഡാട്ടെ കണ്ടോ, 5th ഗിയർ. എല്ലാ ഗിയറും നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലച്ചൊക്കെ നല്ല ഫ്രീ ആണ്. നല്ല ഫ്രീ മീൻസ് ആദ്യം ഉണ്ടായിരുന്ന ആ ഫ്രീ അല്ല, ഇപ്പോൾ ക്ലച്ച് നോർമൽ ടൈറ്റ് തന്നെ ഉള്ളൂ. വേറെ അഡീഷണൽ എങ്ങനെ അതുപോലെ പെട്ടെന്ന് അങ്ങനെ തള്ളിപ്പോവാക്കുക വെല്ലോണ്ട് തട്ടുമ്പോൾ ഉള്ള ഫ്രീ ഉണ്ടല്ലോ ഞാൻ ആദ്യം കാണിച്ച പോലെ, അതുപോലെ ഒന്നുമില്ല. ഇപ്പം എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഗിയറൊക്കെ ഇട്ട് നോക്കിയാണ്ടാ നമ്മൾ വർക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ച് ഇപ്പോൾ എല്ലാ ഗിയറും നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചല്ലോ. അപ്പോൾ ഗിയറൊക്കെ ഫ്രീ ആണ്, നല്ല ഫ്രീ ആയിട്ടുണ്ട്. ക്ലച്ച് അതുപോലെ നോർമൽ ഇതന്നെ ഉള്ളൂ, നോർമൽ ടൈറ്റേ ഉള്ളൂ. നമ്മുടെ വണ്ടി ആദ്യം വന്ന സമയത്തുള്ള പോലെ ഇങ്ങനെ ഒരു വിരലുകൊണ്ട് ഇതാക്കുമ്പോൾ പ്രസ് ചെയ്യുന്ന അത്രയും ഫ്രീ ഇല്ല. ഇപ്പോൾ കാലുകൊണ്ട് പ്രസ് ചെയ്യാനുള്ളത് തന്നെ എല്ലാ ഗിയർ നമ്മൾ നോർമൽ വണ്ടിക്കുള്ള അതേ ഫ്രീ തന്നെ ഉള്ളത്. ഗിയറൊക്കെ സ്മൂത്തായിട്ടുണ്ട്, എല്ലാ ഗിയറും സ്മൂത്താണ്. റിവേഴ്സ് ഫസ്റ്റ് മുതൽ റിവേഴ്സ് വരെ എല്ലാ ഗിയറും സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യാം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.